പൈസ സൂക്ഷിക്കാനാ, പൈസ സൂക്ഷിക്കാനാ. പിരിക്കാൻ ഒരാളെ പറ്റും. ഞാൻ പിരിക്കാം, ഈ പൈസ പിരിക്കാൻ വരുന്നതല്ല, തീർച്ചയായിട്ടും അവനെ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. ഇതിനകത്ത് പൈസ പിരിക്കാൻ വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാനാ വരുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ ചാക്കിലല്ലേ പോകാൻ ചിലർക്ക് കുത്തുമുത്തി ഇവിടെ. കാര്യം പൈസ പിരിക്കാൻ വരുന്നത് എവിടുന്നെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഇല്ലെങ്കിൽ എവിടുന്നെങ്കിലും അറേഞ്ച് ചെയ്ത് അവനെ കൊടുക്കണം. പിന്നത്തേക്ക് വെക്കാൻ പാടില്ല. കാര്യം എന്താണെന്നറിയോ, നമ്മുടെ മനസ്സ് പിടിക്കും. ചെല്ലുന്നതും പൈസ കിട്ടാതെ വരുമ്പോൾ ഇത് നമ്മൾ താറി ഈ സംഭവം ഈ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ 17 അവൻ ഇത്രയും പേര് പങ്കെടുക്കുന്നുണ്ട്. 17 നമ്മുടെ പള്ളിയിൽ നോമ്പ് പറ ഇത്രയും പേര് പങ്കെടുപ്പിച്ചിട്ടുണ്ട്. കാശ് കുറച്ചേര് തരാണെങ്കിൽ കുറച്ചേര് തന്നുകൊണ്ട് തുടർന്ന് പോവാണെങ്കിൽ അടുത്ത വർഷം 30 ദിവസവും ഈ പള്ളിയിൽ നോമ്പ് ഉറപ്പിക്കാൻ പറ്റും. നമുക്ക് അടുത്ത വർഷം നമുക്ക് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അടുത്ത വർഷം നമുക്ക് 30 ദിവസവും ഈ പള്ളിയിൽ നോമ്പ് ഉറപ്പിക്കാൻ പറ്റും. അതേപോലെ റബീഉൽ അവ്വൽ വന്നു കഴിഞ്ഞാൽ സ്വർണ്ണം വച്ച് കിട്ടി, പിന്നെ കുറച്ച് പായസം വെച്ച് കൊടുത്ത് കുറച്ച് പായസം വെച്ച് കൊടുത്ത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഓണങ്ങൾ വന്ന് അതിനൊരു വടംവലിയും കാര്യങ്ങളും അതിനൊരു ആശയം അല്ല. നമുക്ക് ഇതിനൊരു സംഘടന ഉണ്ട് എന്ന് ജനങ്ങൾ അറിയണം വേണ്ടേ. അപ്പൊ നാളെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നാട്ടുകാരുടെ ഏത് കൊടുക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറയും ഇന്ന സംഘടന ചെന്ന് പറഞ്ഞാൽ മതി, അവരത് പരിഹരിച്ച് തരും. ഇന്ന സംഘടന പറഞ്ഞാൽ അവർ ബ്ലഡ് അവരോട് ബ്ലഡ്, ഇന്ന സംഘടന പറഞ്ഞാൽ അവരത് ശ്രദ്ധിക്കും, അവരോട് ശ്രദ്ധിക്കും എന്ന് നമുക്ക് വരുത്തി തീർക്കണം. നമ്മുടെ ഈ എല്ലാവരും ഇതിനകത്ത് പല പ്രകോപനങ്ങളുണ്ടാവും. കാര്യം പ്രത്യേകിച്ച് ഇതിനകത്തിരിക്കുന്നവർ അങ്ങോട്ട് വെച്ചിട്ട് മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുള്ളവരായിരിക്കാം. ചിലപ്പോൾ എന്നോട് വൈരാഗ്യമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളോട് എനിക്ക് വൈരാഗ്യമുള്ളവരായിരിക്കും. ഇതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത് ആത്മാർത്ഥമായിട്ട് വിജയിക്കണം എന്നുള്ളൊരു മാനസികമായിട്ട് എല്ലാവർക്കും ഒരു വൃത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ, അല്ല വിജയിക്കത്തില്ല. നമ്മളെ പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇത് വിജയിക്കണമെന്ന് കണ്ടു ഇത് വിജയിക്കും. ഇങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പോകണം, തീർച്ചയായിട്ടും വിജയിക്കും. അടുത്ത വർഷം ഞാൻ പറഞ്ഞില്ല, നമ്മൾ 40 ലക്ഷത്തിന് കൂടി അടുത്ത വർഷം 30 ദിവസം ഈ പള്ളി ഈ സംഘടന നോമ്പുറപ്പിക്കാൻ പറ്റും. ഈ സംഘടന പേര് നോമ്പുറപ്പിക്കാൻ പറ്റും നമുക്ക് അടുത്ത വർഷം. പിന്നെ ഈ പള്ളിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പള്ളിയിൽ എന്തെങ്കിലും ഇങ്ങനെ മറ്റുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഈ മെമ്പർമാർക്ക് ആർക്കെങ്കിലും എന്തൊരു തല്ലാൻ വഴക്കായിട്ട് എന്ന് പറഞ്ഞ് തിരിച്ചെല്ലാം പോകുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വഴക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് അന്വേഷിക്കാൻ പോയിട്ട് ഇതിൻ്റെ ഒരു സങ്കടം ബോധിപ്പിക്കുക. കിട്ടിയതല്ലേ ഒരിക്കലും തിരിച്ചെല്ലാം പോകുന്ന 50 വർഷം ഉണ്ടാക്കാൻ പോലും കാര്യമില്ല. രാവിലെ എടുത്തു പറയുന്ന കാര്യമില്ല. എങ്കിൽ തന്നെ നമ്മൾ പോയി തല്ലിയിട്ട് തിരിച്ചെല്ലാം ഒരു കാരണവശാലും ആരും പോകത്തില്ല. അങ്ങനെ ആരും കരുതുവാൻ വേണ്ട. നമ്മൾ അന്വേഷിക്കും. അതിന് വേണ്ടത് ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഫയലാണ്. ഇത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇതിന് ഫയലാണ്. ലിവിൻ പറഞ്ഞേട്ടോ യവ്വാനോ എക്സിക്യൂട്ടീവ് മെമ്പർ ആരാ ഇതിന്റെ പരിപാടിയിൽ വേണ്ടതെന്ന് വെച്ചാൽ തീരുമാനിക്കും. ചുമ്മാ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ മെഡിക്കൽ സഹായം മെയിനാണ്. മെഡിക്കൽ സഹായം കല്യാണം പിന്നെ ഇത് മെയിനാണ്. യാതൊരു ആവശ്യമില്ല. നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും സംഭവിച്ചില്ല നമ്മൾ ചെയ്തിരിക്കും. അത് എന്ത് ചെയ്ത് എവിടെ ചെയ്ത് ചോദിക്കണ്ടേ. ഇതിൽ ഏതെങ്കിലും ഒരു മെമ്പർമാർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ സെക്രട്ടറിക്കും പ്രസിഡന്റും അതിനകത്ത് അവകാശമുണ്ട്. ഈ മെമ്പർമാർ ആർക്കെങ്കിലും ഒരു മെഡിക്കൽ സഹായം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റൊരാളെയും അത് ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം എങ്ങനെ അറിയോ, അവർക്ക് ചെയ്തിരിച്ചേ പറ്റത്തുള്ളൂ. ഇപ്പൊ ആർക്കും ഉണ്ടാകുന്ന പറയാൻ പറ്റില്ല, അവന് മെഡിക്കൽ സഹായം ചെയ്തിരിക്കും. ഒരു കാര്യം ഇനി ഓരോരുത്തരുടെ അഭിപ്രായം പറയാം.